ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വൃഷഭ സ്റ്റാറിംഗ് മോഹൻ ലാലേട്ടൻ. നമുക്ക് ട്രെയിലർ കാണാം. പിന്നെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. സീരിയസ്ലി മാൻ, ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ്, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ തീരെ പ്രതീക്ഷയില്ലാതെയാണ് ആ ടീസർ കാണാൻ കുത്തിയിരുന്നത്. പക്ഷേ അങ്ങനെ തീരെ പ്രതീക്ഷയില്ലാതെ കണ്ടൊരു ടീസർ ആയത് കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ആ പെർട്ടിക്കുലർ ടീസർ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ഡീസന്റ് ആയിട്ടുള്ള പരിപാടിയായിട്ട് തോന്നി. സീരിയസ്ലി മാൻ, ഡീസന്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നി. വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. പൊതുവെ അറിയാലോ, ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടാവില്ല, കുറവായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് സിനിമയുടെ ഭാഗമാവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ക്യാമിയോ ആയിട്ടൊക്കെ വരുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കണ്ണപ്പ, ഞാൻ കണ്ടിട്ടില്ല ആ പടം, എനിക്ക് താല്പര്യം തോന്നിയിട്ടുമില്ല കാണാൻ. മനസ്സിലായ? കാരണം ഒന്ന് മെയിൻ ആണെങ്കിൽ നമ്മൾ കാണും. ഇപ്പൊ ഈ സിനിമ നമ്മൾ പോയിട്ട് എന്തായാലും കാണും, കാരണം മോഹൻലാൽ മെയിൻ ക്യാരക്ടറാണ് ആക്ച്വലി ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് പോയി കാണുന്നത്. ബട്ട് സ്റ്റിൽ ഇതിന്റെ ടീസർ ഇറങ്ങിയ സമയത്ത് എനിക്ക് എന്താ പറയുക, വലിയ പ്രതീക്ഷയോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ലാലേട്ടൻ പടല്ലേ, പോയി കാണാമെന്നുള്ളൊരു മൂഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ടീസർ കണ്ടപ്പോ എനിക്ക് ഇത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ മോശമല്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സംഗതി അല്ല എന്നുള്ളത് എനിക്ക് ആ ടീസർ കണ്ടപ്പോൾ തോന്നി. അത് ഡീസന്റ് ആയിട്ട് തോന്നി. എന്താ പറയാ, ഏതായാലും പടവും അങ്ങനെ ഡീസന്റ് ആയിട്ട് വരട്ടെ, നന്നായിട്ട് വരട്ടെ എന്നേ നമ്മളൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ആ ടീസർ കണ്ടപ്പോ കിട്ടിയ വലുതൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു പ്രതീക്ഷ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ട്രെയിലർ കാണാം. എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, so let's watch the trailer. Yes. Quite interesting. തന്റെ സ്വപ്നങ്ങളിൽ ഹിംസ, രക്തവർഷം, യുദ്ധം എന്നീ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും വീണ്ടും കാണും. What you can't define, the brain denies. Raja Vijayendra Vrishaba. Target is approaching. Alert. എന്റെ അപ്പയില്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലരുത്. എനിക്ക് മ്യൂസിക് ഇഷ്ടപ്പെട്ടു. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും അല്ലേ? എന്റെ വംശത്തിനെ വെല്ലുവിളിച്ച ഈ കുമാരനുള്ള ഉത്തരം പോരാട്ട വേദിയിൽ വെച്ചാണ്. പ്യൂർലി റീഇൻകാർണേഷൻ. ഇവനെ കൊല്ലാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറ. രാജ്യം നിന്റെ ദുസ്വപ്നങ്ങളല്ലേ നിന്റെ അലട്ടുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്കെങ്ങനെ തോന്നിയില്ലേ? പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. നന്ദകിഷോർ, December 25th. ഓക്കെ, എന്ത് തോന്നി നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട്? വാട്ട് യു തിങ്ക്? വാട്ട് ഈസ് യുവർ വാല്യുബിൾ അഭിപ്രായങ്ങൾ? പറയൂ പ്ലീസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമ. ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എന്റെ പ്രതീക്ഷ ഭയങ്കരമായിട്ട് കയറി. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ് ലുക്സ് ഡീസന്റ്. കൊള്ളാവുന്നൊരു സാധനമാണ്, കൊള്ളാവുന്നൊരു ട്രെയിലർ ആയിരുന്നു ആക്ച്വലി. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. വിഷ്വലി ആയിക്കോട്ടെ, സംഗതി കൊള്ളാം, നൈസായിട്ട് രസമുണ്ട് ആക്ച്വലി. അപ്പോ എന്തായാലും ആദ്യം തോന്നിയൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഇപ്പൊ ടീസറൊക്കെ ഇറങ്ങണതിന് മുമ്പേ ഒക്കെ ഉണ്ടായിരുന്ന ജസ്റ്റ് കാണാം എന്നുള്ളൊരു മൂഡിൽ നിന്ന് ടീസറും
ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ഓക്കെ, ലാലേട്ടൻ പ്രധാന കഥാപാത്രത്തിൽ വരുന്ന ഒരു സിനിമ, അന്യഭാഷ ആയിക്കോട്ടെ, നോ പ്രോബ്ലം, ലാലേട്ടൻ പ്രധാന കഥാപാത്രത്തിൽ വരുന്നൊരു സിനിമ. ആൻഡ് ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ട സമയത്ത് വലിയ മോശമായിട്ട് തോന്നിയില്ല, ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നു. സോ ലെറ്റ്സ് വാച്ച് ദ മൂവി എന്നുള്ളൊരു സംഭവം. അതായത് തീരെ താല്പര്യം എന്ന് പറഞ്ഞൊരു സംഭവം തീരെ കമ്മിയായ അങ്ങനെ ഒരു നിലയിലല്ല ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പോ ഓക്കെ, കാണാം, ഓക്കെ, എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ചെറിയ തോന്നൽ, വലിയ തോന്നലൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു തോന്നൽ ആക്ച്വലി ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയോടത്തോളം ആ ഒരു കൺസെപ്റ്റ് നൈസായിട്ട് തോന്നുന്നു. അത് അവർ നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ലാലേട്ടൻ്റെ ഇത് എന്തപ്പത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയില്ല, ഡയലോഗിലൊക്കെ ആ ഒരു ഡബിങ്ങിൽ എന്താ ഇങ്ങനെ ഒരു ചെറിയ എന്തൊരു മിസ്സിംഗ് ഉള്ള പോലെ എനിക്ക് തോന്നി. ഒരു പവറില് ഒരു മിസ്സിംഗ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിയില്ല, എനിക്ക് തോന്നിയത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി പൊട്ടന്മാര് വന്നിട്ട് ഇനി ഞാൻ ലാലേട്ടൻ ഹീറ്റർ ആയതുകൊണ്ട് പറയുകയാണെന്നൊന്നും പറയില്ല. ലാലേട്ടനൊക്കെ നമ്മുടെ മുത്ത് ചക്കരക്കുടമാണ്. പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എനിക്ക് ഇപ്പൊ ഈ ട്രെയിലർ കണ്ട സമയത്ത് തോന്നിയ കാര്യം മാത്രമാണ് പറയുന്നത്. എന്തോ ഡയലോഗ് ഡെലിവറിയിൽ വരുമ്പോൾ അത് എന്തോ ഒരു സംഗതി മിസ്സിംഗ് ആയിട്ട്, ഒരു പവർ മിസ്സിംഗ് ആയിട്ട് ആക്ച്വലി തോന്നി. ബാക്കി സബ് ടീക്ക് എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഈ കണ്ണപ്പ ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല, എനിക്ക് കാണാൻ തോന്നിയിട്ടുമില്ല ആക്ച്വലി. കണ്ണപ്പയിൽ പുള്ളിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. ബട്ട് അതിന്റെ എന്താ പറയുക, ട്രെയിലറും പരിപാടിയൊക്കെ കണ്ട സമയത്ത് എനിക്കത് എന്താ പറയുക, ഞാനത് കാണണ്ടായെന്ന് തീരുമാനിച്ച ഒരു പടമാണ്. കാരണം ലാലേട്ടൻ ആ സമയത്ത് തുടരുകയൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ തുടരും കണ്ടിട്ടൊരു ലാലേട്ടൻ നമ്മുടെ മൈൻഡിന്റെ അകത്ത് ആക്ച്വലി ഉണ്ട്. അപ്പൊ അത് തന്നെ മനസ്സിൽ കിടക്കട്ടെ. പിന്നെ അതിനുശേഷം ഹൃദയപൂർവ്വം പോയിട്ട് കാണാം എന്നുള്ളൊരു മൂഡിൽ ഇരുന്നിട്ടാണ് കണ്ണപ്പ നമ്മൾ സൈഡാക്കി വിട്ടത്. ഇപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ലുക്കിന്റെ കേസിലായിരുന്നു ആദ്യം പേടി ഉണ്ടായിരുന്നത്. ബട്ട് ലുക്കിന്റെ കേസിൽ എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. അതാ പറഞ്ഞത്, ലുക്കിന്റെ കേസിൽ വളരെ ഡീസന്റ് ആയിട്ട് ആക്ച്വലി തോന്നി. അതിപ്പോ ടീസറിലാണെങ്കിലും ഇതിന്റെ അകത്താണെന്നുണ്ടെങ്കിലും എന്താ പറയാ, നൈസ് എന്ന് പറഞ്ഞാൽ കൊള്ളാം, ഡീസന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാക്കിയൊക്കെ ഇനിയിപ്പോ പടം വന്നതിന് ശേഷമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓവറോൾ ഇതിന്റെ അകത്ത് എന്താ പറയാ, വിഷ്വലി ഒക്കെ ഇറ്റ് ലുക്സ് നൈസ്. അതായത് പറയാം, ഇപ്പൊ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും സംഗതി നൈസായിട്ട് എനിക്ക് തോന്നി. മറ്റേ ഇൻ ബിറ്റ്വീൻ മറ്റേ ലാലേട്ടൻ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു മ്യൂസിക് ഇങ്ങനെ വന്നില്ല, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അത്തരത്തിലുള്ള ടെക്നിക്കൽ സംഗതികളൊക്കെ എനിക്ക് നൈസായിട്ടാണ് ഫീൽ ചെയ്തത്. ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലാലേട്ടനാണ്. ലെറ്റ്സ് സി. എന്തായാലും ഇതിന്റെ അകത്ത് ഡയലോഗ് ഡെലിവറിയിലേക്ക് വരുന്ന സമയത്ത് എന്തോ ഒരു ഫീൽ എനിക്ക് കമ്മിയായിട്ട് തോന്നി. പൊതുവെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്തൊരു ഇപ്പൊ മറ്റേ എന്താണ് മരക്കാർ അറബിക്കട്ടലിന്റെ സിംഹം ഏറ്റവും കൂടുതൽ വിമർശനമൊക്കെ മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ അകത്തുള്ള ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ആ സംഗതികളിലൊക്കെ എന്ന് തോന്നുന്നു. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പവർ മിസ്സാവുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പുള്ളിനെ ജനറലൈസ് ചെയ്തിട്ട് പറയുന്നതല്ല, ഈ പർട്ടിക്കുലർ ട്രെയിലറിന്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തൊരു പവർ കമ്മിയായ പോലെ, എന്തൊരു മിസ്സിംഗ് പോലെ എനിക്ക് ആക്ച്വലി തോന്നി. ബട്ട് ഒന്നും ജഡ്ജ് ചെയ്യാനായിട്ടില്ല, പടം വരട്ടെ. പടം വന്നിട്ട് എന്തായാലും ഗംഭീരമാവട്ടെ, നന്നാവട്ടെ. എന്തായാലും നമ്മുടെ ആദ്യം തന്ന ഒരു തോട്ടിൽ നിന്ന് വ്യത്യസ്തമായല്ലോ. ആദ്യം തീരെ എന്താണ് ഒട്ടും താല്പര്യമില്ല, അല്ലെങ്കിൽ വേണോ എന്നുള്ളൊരു പകുതി ചിന്തയിൽ നിന്നൊക്കെ എന്തായാലും കൊള്ളാവുന്ന ഒരു സാധനമായിരിക്കും, ഡീസന്റ് ആയിട്ടുള്ള സ്റ്റഫ് ആയിരിക്കും എന്ന് ടീസൺ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എന്തായാലും അങ്ങനെ ഒരു ഫീൽ ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. കാണാം എന്നുള്ളൊരു സാധനം ഞാൻ ഓൾറെഡി എന്തായാലും കാണും. മോഹൻലാൽ പടമാണ്, പ്രധാന വേഷത്തിൽ വരുന്ന സാധനമാണ്. സോ എന്തായാലും കാണും. സോ നോക്കാം. എനിക്ക് തോന്നുന്നു ലാലേട്ടന് പൊതുവെ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ് തോന്നുന്നു, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പിന്നെ ബിഗ് ബഡ്ജറ്റ് സ്റ്റഫ്സ് ഒക്കെ ആയിട്ട് മൂപ്പര് ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. ചെയ്യട്ടെ, പുള്ളിയുടെ ഇഷ്ടം. എന്താ പറയാ, എന്തായാലും പുള്ളി മെയിൻ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് കാണും, ഇത്രേ പറയാനുള്ളൂ. നന്നായ നന്ന്, നമ്മുടെ സമയവും നമ്മുടെ മണി ലാഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് കാണുന്ന സമയത്ത് തൃപ്തി കിട്ടണം, ഇത്രയേ ഉള്ളൂ. എന്തായാലും കിട്ടട്ടെ, നന്നാവട്ടെ. പിന്നെന്താ, എന്തായാലും ട്രോള് എന്ന് പറഞ്ഞ ആൾക്കാരെ പ്രജുഡിയസ് ആവും. നമ്മൾ നേരത്തെ നമുക്ക് ചില ചിന്തകൾ ഉണ്ടാവുന്ന തെറ്റല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ആവും, ഈ സിനിമ ഇങ്ങനെ ആവാൻ ഉണ്ടാവുന്ന തെറ്റല്ല. ഓരോ പ്രേക്ഷകര് വ്യത്യസ്തമാണ്. പക്ഷെ
കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതായത് പ്രജൂഡിയസ് ആയിട്ട് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യുക, ഇതങ്ങനെ ആയിരിക്കും, അന്യഭാഷ പടം, തട്ടിക്കൂട്ട്, അല്ലെങ്കിൽ ആ പൊട്ടൽ, അടുത്ത ബോംബ്, അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ലെറ്റ്സ് ട്രോൾ ചെയ്ത് കളയാം, ലാലേട്ടൻ ഇങ്ങനെ ഒരു വേഷത്തിൽ വരുന്നു, ഇവരെ ട്രോൾ ചെയ്യാനുള്ള വകുപ്പുണ്ട്, അങ്ങനെ ഓരോ വേഷത്തിന്റെ സംഗതി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ട്രോൾ ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റോടുകൂടി എന്താ പറയുക, ആൾക്കാർ അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. എന്താ പറയുക, ട്രോളാനായിട്ട് കാണുക എന്ന് പറയില്ലേ. പക്ഷെ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതായത് ജെനുവിൻലി ഒരു ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, ആരുടെ ഫാനോ ആയിക്കോട്ടെ, ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് ഭയങ്കര മോശമായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യാൻ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ കളിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റഫായിട്ടല്ല എനിക്കിത് കാണുമ്പോൾ തോന്നണത്. എന്താ ഡീസന്റ് സ്റ്റഫായിട്ട് തന്നെയാണ് ആക്ച്വലി തോന്നുന്നത്. ജെനുവിൻലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഡീസന്റ് ആയിട്ടാണ് തോന്നിയത്, കൊള്ളാവുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ലാലേട്ടൻ